നസ്ലിൻ മലയാള സിനിമ ഇപ്പം നസ്ലിനെ ചുറ്റിപ്പറ്റി ഒരുപാട് സംവിധായകർ ഗംഭീര പ്രൊജക്റ്റുകൾ റെഡിയാക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നസ്ലിൻ ഒരു മിനിമം ഗ്യാരണ്ടി നടനായി മാറി. ഒരു പയ്യൻസ് കയറി തകർക്കുവാണെന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ തണ്ണീർമത്തൻ ദിനങ്ങളോടുകൂടിയാണ് നസ്ലിൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നത്. അവിടെയും നായകൻ നസ്ലിൻ അല്ല, നായകൻ യഥാർത്ഥത്തിൽ നമ്മുടെ മാത്യൂസ് ആണ് നായകൻ. അതിനുശേഷവും ആ മാത്യൂസിന്റെ കൂട്ടത്തിൽ കുറേ പടങ്ങൾ ചെയ്തപ്പോഴും നസ്ലിൻ ഒരു സെക്കൻഡ് ഹീറോ അല്ലെങ്കിൽ ചെറിയ കഥാപാത്രങ്ങൾ മാത്രമാണ്. പക്ഷെ ഗ്രാഫ് പെട്ടെന്ന് ചാടി കയറിയത് നസ്ലിൻ്റെ ആണ്. പണ്ടത്തെ നമ്മുടെ ശങ്കർ മോഹൻലാലിന്റെ കാര്യം പറയുന്ന പോലെ, ശങ്കർ മോഹൻലാൽ തുടങ്ങിയെങ്കിൽ പോലും ഈ ശങ്കറിന്റെ സമയത്ത് ശങ്കർ നായകന് മോഹൻലാൽ വില്ലന് വരുന്നു. പിന്നീട് മോഹൻലാൽ ഒരു പോക്ക് പോയതങ്ങ് ഗംഭീരമായി, ശങ്കർ അങ്ങ് താഴെപ്പോയി. സിനിമ അതാണ്, ഭാഗ്യമാണ്, പിന്നെ ജനങ്ങളുടെ ഇഷ്ടം നേടണം. ഇത് നസ്ലിന് ആവോളം കിട്ടിയിട്ടുണ്ട്. നല്ല സിമ്പിൾ നടനാണ്, വലിയ ജാടയും വേലയും ഒന്നുമില്ല, ഡയലോഗ് ഡെലിവറി ക്യൂട്ടാണ്. ഇതൊക്കെയാണ് നസ്ലിൻ്റെ പ്രത്യേകത. ആരാധകർ ഇഷ്ടം പോലെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഹെയ്റ്റേഴ്സ് കുറവുള്ള നടൻ. ഈ നസ്ലിൻ്റെ 2026 പ്രൊജക്റ്റുകൾ വമ്പോ കിടുക്കം പ്രൊജക്റ്റുകളാണ്. ഒന്ന് നമ്മുടെ ടോർപിഡോ, തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന പടം. തരുൺമൂർത്തി നമുക്കറിയാം, അത്യാവശ്യം ഇപ്പം ഭയങ്കര തുടരെന്ന് പറയുന്ന മെഗാ ഹിറ്റൊക്കെ നേടിയതിനു ശേഷമാണ്. ടോർപിഡോയ്ക്കകത്ത് മെയിൻ ക്യാരക്ടർ ലീഡ് ചെയ്യുന്ന ഒരാൾ നമ്മുടെ നസ്ലിനാണ്. 2 ഖാലിദ് റഹ്മാൻ മമ്മൂട്ടി സിനിമ. ഖാലിദ് റഹ്മാൻ മമ്മൂട്ടി സിനിമ എന്ന് പറയുന്നത് ഒരു അധോലോക കഥ പറയുന്ന ഒരു ഡോൺ പശ്ചാത്തലത്തിൽ പറയുന്ന സിനിമയിൽ പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യുന്നത് നസ്ലിനാണ്. അതൊരു ഭാഗ്യമാണ്. നസ്ലിൻ ആദ്യമായിട്ടായിരിക്കും മമ്മൂട്ടിയുടെ ഒപ്പം ചെയ്യുന്നത്. അന്നേരം അത് മറ്റൊരു ഗംഭീര പ്രൊജക്റ്റാണ്. അമൽ നീരദ് എല്ലാവരും സ്വപ്നം കാണുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ദ്രജിത്ത് ഒരു ഇന്റർവ്യൂ പറഞ്ഞു, അമൽ നീരദിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അടുത്ത പടത്തിൽ ഒരു ചെറിയ ക്യാരക്ടറെങ്കിലും ചെയ്താൽ നന്നായിരുന്നു എന്ന് കൊതിക്കുന്നിടത്താണ് അമൽ നീരദിൻ്റെ 2 പ്രൊജക്റ്റുകൾ പറയുന്നുണ്ട്. ബാച്ചലർ പാർട്ടി 2 ഉണ്ട്, അല്ലാതെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ഈ 2 പ്രൊജക്റ്റിനകത്തും എന്തായാലും നസ്ലിനുണ്ടെന്നുള്ള ഉറപ്പാണ്. അന്നേരം അമൽ നീരദിൻ്റെ പ്രൊജക്റ്റ്. പിന്നെ ലോക 2. ലോക നമുക്കറിയാം എക്കാലത്തെ മലയാളത്തിലെ ഈ ഡേറ്റ് വരെയുള്ള ഏറ്റവും വലിയ വിജയമാണ്. 300 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ആദ്യത്തെ 300 കോടി പടം. അതിനകത്തെ നായകൻ എന്തായാലും നസ്ലിൻ തന്നെ. അതിൻ്റെ നായിക പ്രാധാന്യമുള്ള സിനിമ പറഞ്ഞാൽ നായിക നമ്മുടെ കല്യാണി പ്രിയദർശനാണ്. ലോകയുടെ അടുത്ത പാർട്ടിൽ നസ്ലിൻ പ്രധാന കഥാപാത്രമാണ്. അന്നേരം ലോക 2 അടുത്ത വർഷം ചിലപ്പോൾ ലാസ്റ്റ് റിലീസ് ചെയ്തേക്കാം. അതും നസ്ലിൻ്റെ ഗംഭീര പ്രൊജക്റ്റായിട്ട് വരുന്നതാണ്. പിന്നെ ടിക്കി ടക്ക, ആസിഫ് അലിയുടെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം. അതിനകത്ത് നസ്ലിൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നസ്ലിൻ ഉണ്ടായിരിക്കണം, കാരണം നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴെല്ലാം നസ്ലിനെ കാണുന്നുണ്ട്. അന്നേരം അതും ഒരു ഗംഭീര പ്രൊജക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നല്ല ആസിഫ് അലിയുടെ അഭിനയത്തിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ഇനി ഇതെല്ലാം മാറി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു പൂജ നടന്നൊരു സംഭവമുണ്ട്. സൂര്യയുടെ പടം, നമ്മുടെ ആവേശത്തിന് ശേഷം സൂര്യ ജിത്തു മാധവൻ ഒന്നിക്കുന്ന സുഷിൻ ശ്യാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന പടത്തിനകത്ത് മെയിൻ ക്യാരക്ടർ ലീഡ് ചെയ്യുന്നതിൽ ഒരാൾ നമ്മുടെ നസ്ലിനും അതിനകത്ത് നസ്രിയ, നമ്മുടെ ഫഹദ് ഫാസിലിൽ നസ്രിയും അതിനകത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും പ്രൊജക്റ്റുകൾ പോരെ ഒരു നടനെ സംബന്ധിച്ചോളം? എന്ത് ഗ്രാഫായിരിക്കും ഇതിനകത്തൊരു 2ഓ 3ഓ സംഭവം ഗംഭീരമായാൽ നസ്ലിൻ അടുത്ത വർഷങ്ങളിലേക്ക് സൂപ്പർ താരങ്ങളിലേക്കുള്ള കുതിപ്പായിരിക്കും.